ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടുവളപ്പിൽ പച്ചക്കറി ചെടികൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം 2-3 എണ്ണമെങ്കിലും നമ്മൾ പച്ചമുളകിൻ്റെ ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നും നമുക്ക് തന്നെ അറിയാം. ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ഉപയോഗം വരുന്ന ഒന്നാണ് പച്ചമുളക്. ആശിച്ച് മോഹിച്ച് നമ്മൾ പച്ചമുളകിനെ നമ്മുടെ തോട്ടത്തിൽ വളർത്തിയെടുത്ത് നന്നായി വളർന്നു വരുന്നത് കാണുന്നത് കണ്ടൊക്കെ സന്തോഷിച്ചിരിക്കുമ്പോഴായിരിക്കും ഇലകൾ കുരുടിച്ചു തുടങ്ങും. ഇപ്പം നല്ല വളർച്ചയുടെ ഘട്ടത്തിൽ ഇലയുടെ കുരുടിപ്പ് വരാറുണ്ട്, അല്ലെങ്കിൽ മുരടിപ്പ് വരാറുണ്ട്. ഇനി ആ സമയത്ത് വന്നില്ലെങ്കിൽ പച്ചമുളകിൻ്റെ ചെടി പൂവിട്ട് കായ് പിടിക്കുന്ന സമയത്ത് മുരടിപ്പ് വന്ന് അതിൻ്റെ വളർച്ചയെല്ലാം നശിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മൾ കാണാറുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ തന്നെ വരണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ വരാത്തവരുണ്ട്. പക്ഷേ പൊതുവായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഇതിനോട് യോജിക്കുന്നവർക്കും അല്ലാത്തവർക്കും അവരവരുടേതായ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ കമൻ്റായി ചില്ലി ജാസ്മിനിന് ചെയ്യാവേ. മുരടിപ്പ് രോഗം ചെടികൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളെല്ലാം കുരുടിച്ച് ഷെയ്പ്പൊക്കെ മാറി വരും. അതുപോലെ കായ്ഫലം കുറയും. ഉണ്ടാകുന്ന മുളകാണെങ്കിൽ വളഞ്ഞു തിരിഞ്ഞ് കൃത്യമായ രൂപമില്ലാത്തതുപോലെ ഇരിക്കും. മാത്രമല്ല, നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ, ശരിയായ സമയത്ത് ശരിയായ പരിചരണം കൊടുത്തില്ല എങ്കിൽ ആ മുളകിൻ്റെ ചെടി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മുടെ ഒരു ചെടിക്ക് മുരടിപ്പ് രോഗം ബാധിച്ചാൽ എല്ലാ ചെടികളിലേക്കും വ്യാപിപ്പിക്കുന്നതിൽ ഒരു പ്രധാന വില്ലനായി നിൽക്കുന്നത് വെള്ളീച്ചയാണേ. വെള്ളീച്ചകളെ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് മുരടിപ്പ് മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പം ആദ്യം ചെയ്യേണ്ടത്. അതിന് ഞാൻ ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം. ഇത് ഒരു കുടം വെളുത്തുള്ളി നല്ലതുപോലെ മിക്സിക്കകത്ത് അരച്ചെടുത്തതാണേ. അപ്പം ഞാൻ അത് അരിച്ച് ഈ കപ്പിനകത്തോട്ട് ഒഴിക്കാൻ പോവാം. കണ്ടോ? ഇനി ഇതിനകത്തൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം. അപ്പോൾ ഈ തങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് കഴുകി ഇറങ്ങുന്നത് പോലെ ഇറങ്ങിക്കോളും. ഇതിനെ ഒരു കുപ്പിക്കകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്കിത് ഈ കുപ്പിക്കകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് 1 ലിറ്റർ അളവിലുള്ള കുപ്പിയാണ്. അപ്പോൾ അളവ് തെറ്റത്തില്ല. വെളുത്തുള്ളി അരച്ചത് വെള്ളത്തിനകത്ത് കലക്കി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളൊരു 5 മില്ലി വേപ്പെണ്ണ. വേപ്പെണ്ണ ഇല്ലാത്തവർ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും എണ്ണ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വേപ്പെണ്ണ ഒഴിച്ചു. എണ്ണയുടെ പ്രത്യേകത അറിയാമല്ലോ, വെള്ളവുമായിട്ട് ചേരത്തില്ല. വെള്ളത്തിനകത്ത് ലയിക്കാതെ ഇങ്ങനെ വട്ടം വട്ടമായിട്ട് മുകളിൽ പൊങ്ങിക്കിടക്കും. കണ്ടോ? അപ്പോൾ അതിനെ ലയിപ്പിക്കാനുള്ള പണിയാണ്. നമ്മളൊരു 5 മില്ലി സോപ്പും കൂടെ ഒഴിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 5 മില്ലി സോപ്പ് ഒഴിക്കുവാണേ. ഇനി നമ്മൾ ഇളക്കിയാൽ മതി. ഈ വേപ്പെണ്ണ ഇതിനകത്ത് അങ്ങ് നല്ലതുപോലെ അലിഞ്ഞോളും. അപ്പോൾ ഞാൻ ഇത് അടയ്ക്കാം. അപ്പോൾ ഈ സ്പ്രെയർ ഉപയോഗിച്ച് അടച്ചെടുക്കുവാണേ. ഇതുപോലത്തെ സ്പ്രെയർ എന്ന് പറഞ്ഞാൽ അതിന് വലിയ ആയുസൊന്നുമില്ല, പെട്ടെന്നത് കേടായി പോകാറുണ്ട്. ഇതുപോലെ അടച്ചതിന് ശേഷം നല്ലതുപോലെ മുളകിൻ്റെ ചെടിയിലോട്ട് കുളിപ്പിക്കുന്ന പാകത്തിന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മുളകിനെ നമുക്കതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. കണ്ടോ? ഇങ്ങനെ ഇലകളുടെ അടിയിലും മുകളിലും വീഴത്തക്ക രീതിയിൽ നല്ലതുപോലെ അടിച്ചു കൊടുക്കണം. ഇതൊരു ഉജ്ജ്വലയുടെ മുളകാണേ. അതുകൊണ്ടാണ് ഇതിന് മുകളിലേക്ക് പൂക്കളും കായകളും വരുന്നത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കുലയായിട്ടുണ്ടാകും. പക്ഷേ സാധാരണ പച്ചമുളകിനെ പോലെ അങ്ങോട്ട് ഒത്തിരി നീളമൊന്നും വരത്തില്ല. കാന്താരിയേക്കാളും കുറച്ചും കൂടെ വലുതായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലുള്ള പച്ചമുളകാണ്. പക്ഷേ ഇവർക്ക് കേടുപാടുകൾ എപ്പോഴും പൊതുവേ കുറവായിരിക്കും. മുരടിപ്പ് രോഗം വരാതിരിക്കാനും വന്നു തുടങ്ങിയാൽ ഇല്ലാതാക്കാനും ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യം നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം. ഇത് നല്ലപോലെ മുരടിപ്പ് ബാധിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണേ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കണ്ടോ, മുരടിച്ച ഇലകളൊക്കെ ഞാൻ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യത്യാസപ്പെട്ട ഇലകളാണ് ഇപ്പോൾ വരുന്നത്. ആദ്യം ഉള്ളതാണ് ഇതേപോലെ മുരടിപ്പ് ബാധിച്ച് വളരാതെ നിൽക്കുമായിരുന്നു. കുറച്ച് പഴക്കമുള്ള ചെടി തന്നെയാണ് ഇത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് മുരടിപ്പ് ബാധിച്ച ഇലകളെ ആദ്യം മൊത്തം പറിച്ച് കളയണം. മുരടിച്ച നാമ്പുകളുണ്ടെങ്കിൽ അതിനെയും കളയാം. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. രോഗം മാറിക്കഴിയുമ്പം പുതിയ ചില്ലകൾ അതിനകത്ത് കിളുത്തു വന്നോളും. അപ്പോൾ പറ്റുന്നത്ര ഇലകളും മാറ്റണം. ഇപ്പോൾ ഈ ചെടി കണ്ടല്ലോ, ഞാൻ ഈ ഇല മുഴുവനും മുറിച്ച് കളഞ്ഞതിന് ശേഷം കാണിക്കാവേ. ഞാൻ കുറേ ഇലകളൊക്കെ രോഗം വന്നതിനെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഈ കമ്പ് തന്നെ അങ്ങോട്ട് ഒടിച്ച് കളയുവാണേ. ഇതൊരു കാപ്സിക്കത്തിൻ്റെ ചെടിയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചും കൂടെ വലിയ ഇലകളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ അടത്തുന്ന ഇലകളെല്ലാം
കത്തിച്ച് കളയണം. ചെടിയുടെ ചോട്ടിലിടുകയോ അല്ലെങ്കിൽ ചവറിൻ്റെ കൂടെ ഇടുകയൊന്നും ചെയ്യരുത്. നമ്മൾ തിരിച്ചിടുമ്പോഴും ഈ രോഗം ബാക്കി ചെടികൾക്കൊക്കെ പിടിക്കാം. ഇനി ഇതിന് ഞാൻ ചെയ്തു കൊടുക്കാൻ പോകുന്ന മരുന്ന് കണ്ടോണേ. ഇതൊരു ടീസ്പൂണാണേ. അപ്പോൾ ഈ ടീസ്പൂണിന് ഒരു 1/2 ടീസ്പൂൺ, കൂടി വന്നാൽ 1/4 ടീസ്പൂൺ വരെ കുമ്മായം. ഇത് കുമ്മായമാണ്. അപ്പം ഞാൻ ഈ വെള്ളത്തിനകത്തോട്ടിട്ട് ഇതിനെ ലയിപ്പിക്കുവാണേ. നല്ലവണ്ണം ഇളക്കി ഈ വെള്ളത്തിനകത്ത് അലിയിപ്പിക്കും. അപ്പോൾ ഇത് കുറച്ച് വെള്ളമേ ഉള്ളൂ. ബാക്കിയും കൂടെ ഒഴിച്ച് നമുക്കിതിനെ 1 ലിറ്ററാക്കി മാറ്റാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് 1 ലിറ്ററാക്കി മാറ്റുവാണേ. അങ്ങനെ 1 ലിറ്ററാക്കി മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരിപ്പയിൽ കൂടെ ഇതിനെ അരിച്ചെടുക്കുവാണേ. അപ്പോൾ 1 ലിറ്ററിനകത്തുനിന്ന് കുറച്ച് മാത്രമാണ് ഞാൻ ഈ അരിച്ചെടുത്തിരിക്കുന്നത്. നമ്മളുടെ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ചെറിയ കുപ്പിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അരിച്ചെടുത്തത്. പക്ഷേ ഇത് 1 ലിറ്ററിനകത്ത് ഇത്രയും കുമ്മായമാണ് കലക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കുപ്പിക്കകത്തോട്ട് മാറ്റിയതിന് ശേഷം ഇനി കാണിച്ചു തരാവേ. ഇനി ഇതിൻ്റെ ഇലകളുടെ അടിയിലും മുകളിലും തണ്ടിലും എല്ലാം വീഴത്തക്ക രീതിയിൽ നല്ല പോലെ അടിച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഈ കുരുടിപ്പ് രോഗത്തിനെ മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ള ചികിത്സകളൊക്കെ നടത്തുന്ന അവസരത്തിൽ വളമിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും മറവി ഉണ്ടാകരുത്, ശ്രദ്ധ കുറവുണ്ടാകരുത്. നന്നായി വളവും കൊടുക്കണം. അതിനൊപ്പം ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളും നമ്മൾ ഉപയോഗിക്കണം. ഞാൻ ആദ്യമായിട്ട് ചെടികൾക്ക് ചെയ്തു കൊടുത്തപ്പം ഇങ്ങനെയുമായിരുന്നില്ല ചെയ്തത്. ഈ മുളകിൻ്റെ ചെടി കണ്ടോ, ഇതിൻ്റെ ഒരു ചെറിയ തൈ ആയിരുന്നപ്പം ഞാൻ ഈ പാത്രത്തിനകത്ത് നട്ടുപിടിപ്പിച്ചതാണേ. നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണ് അവർ വളർന്നു കയറി വന്നത്. അപ്പം നല്ല ആരോഗ്യത്തോടെ ചെടികൾ വളർന്നു കയറി വരുമ്പോഴേ നമ്മൾ അവരെ കണ്ട് സ്വപ്നം കാണാൻ തുടങ്ങും. ഇത് നല്ലപോലെ വളരുന്നുണ്ട്, നന്നായി കായ്ക്കും, നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെയുള്ള സ്വപ്നങ്ങളുമായിട്ട് എല്ലാ ദിവസവും നമ്മളിവരെ കാണാൻ വരും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവരെ കാണാൻ വന്നപ്പം ഈ ചെടിയുടെ ഈ കമ്പില ഇത് കണ്ടോ, ഇല മുരടിച്ച് നിൽക്കുന്നുണ്ടോ, ഈ കമ്പിൽ ആദ്യം ഈ കമ്പിലാണ് കണ്ടതേ. ഈ കമ്പിലെ ഇലകൾ മുരടിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പം തന്നെ സങ്കടമായി. മുരടിപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ, ചിലപ്പോഴാണ് ആ ഒരു കമ്പെ ബാധിച്ച് മാറിയാലോ എന്ന് നമ്മളൊരു സ്വപ്നം പോലെയാണ് കാണുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം അടുത്ത കമ്പയിലും ഇലകൾ ചുരുണ്ടു വരാൻ തുടങ്ങി. അപ്പം തന്നെ നമ്മൾ വിധി എഴുതി, ഇത് പോക്കാം, ഇതിനെ ഇനി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ തന്നെ കണ്ടിട്ട് ഞാനൊരു 1-2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു, ഏതായാലും ഇത് മുരടിപ്പ് ബാധിച്ച് കായ്കളൊന്നും ഇനി കിട്ടാതെ പോകാൻ പോകുക, എന്നാൽ ഞാൻ ഇതിൻ്റെ മുകളിലൊരു പരീക്ഷണം ചെയ്തേക്കാം. ഇനി പരീക്ഷണം ചെയ്തിട്ടാണ് ഇത് പോയതെന്ന് നമുക്ക് സമാധാനിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത സൂത്രം കാണിക്കാവേ. ഞാനുണ്ടല്ലോ ഒരു 1/4 സ്പൂൺ, ഇതുപോലെ തന്നെ ഏകദേശം 1 സ്പൂൺ തന്നെയാണ് എടുത്തത്. എൻ്റെ വീഡിയോ കാണുന്നവർ 1 സ്പൂൺ നിറച്ചെടുക്കാൻ നോക്കണ്ട. പകുതി സ്പൂണ് അല്ലെങ്കിൽ ഒരു കൂടിപ്പോയാൽ 1/4 എടുത്താൽ മതി. പക്ഷേ ഞാൻ ആദ്യമേ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. 1 സ്പൂണ് തന്നെ കുമ്മായം എടുത്തു. അത് ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തോട്ട് നല്ലതുപോലെ കലക്കി. കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് നല്ലവണ്ണം കലക്കിയതിന് ശേഷം ഈ ചെടിയിലോട്ട് നമ്മളിതിനെ കൂട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഒഴിക്കുക ചെയ്തതേ. അപ്പം മുരടിച്ചിലകളൊക്കെ കാണുന്നുണ്ടല്ലോ, ഞാനിത് കള്ളം പറയുന്നതല്ല, ഞാൻ ഇതിനകത്ത് ചെയ്ത് വിജയിച്ചതാണ്. ഇതൊക്കെ കണ്ടോ, എലിവാല് പോലെ നിൽക്കുന്നുണ്ടോ ഈ കുറച്ച് ഇലകൾ. പക്ഷേ ഇപ്പോൾ മുകളിൽ വന്നിരിക്കുന്ന ഇലകൾക്ക് ഒരു കുഴപ്പവും ഇല്ല, പൂവുണ്ടായിട്ടുണ്ട്, അതുപോലെ കായ്കളും ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തത് ഇതിനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുവാണേ. ഇപ്പോൾ ഈ ചെടി കുറച്ചും കൂടെ കൂടുതൽ വളർന്നു പോയത് കൊണ്ട് നമ്മളിങ്ങനെ മുകളിൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദേഹത്തോട്ടൊക്കെ തെറിച്ച് വീഴും. ഇത് മുകളിലല്ലേ നിൽക്കുന്നത്. അപ്പം ഞാൻ വേറൊരു ചെടിയിൽ ഒഴിച്ച് കാണിക്കാവേ. ഈ കാപ്സിക്കത്തിൻ്റെ ചെടിയിലാണ് ഞാൻ മുമ്പത്തെ രീതി കാണിച്ചു തന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതും മുരടിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇതേലും ചെറിയ രീതിയിൽ ഇത് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ഇലകൾ വന്നു തുടങ്ങുന്നുണ്ടോ. ആദ്യത്തിൽ നിൽക്കുന്നതെല്ലാം മുരടിച്ച് നശിച്ച ഇലകളാണെങ്കിലും ഇപ്പം നല്ല ഇലകൾ എല്ലാ തണ്ടുകളിലും തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ടില്ലേ, ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല പോലെ താഴേക്ക് ഒഴിക്കും. നമ്മുടെ ആദ്യത്തെ ചെടിയിൽ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പിറ്റേ ദിവസം നോക്കാൻ വന്നപ്പോൾ എൻ്റെ വിചാരം എന്ന് പറയുന്നത് ആ ചെടി മുഴുവനും വെന്തു പോയിട്ടുണ്ടായിരിക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ വന്ന് നോക്കിയത്.
അപ്പോൾ അതിന് ചെടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിന് പുതിയ ഇലകൾ വരാൻ തുടങ്ങി, യാതൊരു കുരുടിപ്പ് രോഗവും ഇല്ലാതെ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെയാണ് ആ ചെടി ഇപ്പം നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയപ്പം ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ചു, ആ കമ്പിൽ നിന്ന് രോഗം മാറി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അടുത്ത കമ്പിൽ കണ്ടു തുടങ്ങി, അവിടെയും നമ്മൾ ഉപയോഗിച്ചു, ആ രോഗം പൂർണ്ണമായി മാറി. ഇപ്പം ഞാൻ ഈ രോഗം കണ്ടു തുടങ്ങിയിട്ട് ഉപയോഗിക്കാൻ നിൽക്കാതെ ഒരു 10 ദിവസത്തിൻ്റെ ഇടവേളകളിൽ ഈ ചെടികളിൽ ഒഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ചൈ കാണിച്ചില്ലേ, അതിൽ യാതൊരു രോഗത്തിൻ്റെ ലക്ഷണവും അല്ലെങ്കിൽ യാതൊരു രോഗവും ഇപ്പോൾ അതിൽ അവശേഷിക്കുന്നില്ല. നമ്മുടെ വെണ്ട കണ്ടോ, നമ്മൾ നട്ടുപിടിപ്പിച്ച് വളം ഇട്ട് കൊടുക്കുന്ന ഒക്കെ കാണിച്ചതാണ്. അപ്പോൾ ഈ വെണ്ടയിലുണ്ടായിരിക്കുന്ന വെണ്ടയ്ക്ക് നമുക്കങ്ങ് വിളവെടുക്കാം. ഇതൊരു ആനക്കൊമ്പൻ വെണ്ടയാണേ. അപ്പം ഈ വെണ്ടയിലും അതുപോലെ ഇതേലും ഒരു 2-3 എണ്ണം വീതം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വെണ്ടയാണെങ്കിലുണ്ടല്ലോ, ഒരു 2 വെണ്ടയ്ക്ക മതി നമുക്ക് ഒരു നേരത്തെ കറിക്കുള്ളത് കിട്ടും. ഇത് കണ്ടോ, ഈ 5 എണ്ണം നല്ല ചെറുതായിട്ടരിഞ്ഞാൽ നല്ല സുഖമായിട്ടൊരു തോരൻ വെക്കാനുള്ളതുണ്ട്. ഇതൊരു കുമ്പളങ്ങയാണേ. അപ്പോൾ നമുക്ക് ഇതൂടെ വിളവെടുക്കാം. ഇതൊരു വെള്ളരിക്ക മോളിൽ നിന്ന് കണ്ടോ താഴ്ത്തി ചാടിപ്പോയതാണ്. അപ്പം ഒരു വെള്ളരിക്കയായി. ഇവിടെ 2 വഴുതനങ്ങയുണ്ട്. അപ്പം നമുക്കതങ്ങ് വിളവെടുക്കാം. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ നമുക്കിതേ ഇവിടെ കുറച്ച് മാലാഖ വഴുതനയുണ്ട്. അതെല്ലാം മഴ വന്ന സമയത്ത് കൃത്യമായി വളമൊന്നും കിട്ടാതെ കുഞ്ഞു കുഞ്ഞു കായ്കളായിപ്പോയി. ഇനി അത് ഇനത്തിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. ചില മാലാഖ വഴുതനയാണെങ്കിൽ നല്ല നീളത്തിൽ കായ്കളുണ്ടാകുന്നതാണ്. അപ്പം ഇതിൽ ഇത്രയും വഴുതനങ്ങയാണുള്ളത്. പിന്നെ അവിടെ ഒരു പച്ച വഴുതനങ്ങയുണ്ട്, ഞാൻ അതുകൂടെ പറിച്ചെടുത്തിട്ട് കാണിക്കാവേ. ഈ ഒരു പാവയ്ക്കുണ്ട്, അതുപോലെ ഇതുപോലൊരു പാവയ്ക്കുണ്ട്. പിന്നെ ഇതൊരു മത്തങ്ങയാണേ. ഇത്രേ വന്നിട്ടുള്ളൂ. ഇവിടെ ഒരു സാലഡ് കുക്കുംബറുണ്ടേ, അതും കൂടെ നമുക്കങ്ങ് വിളവെടുത്തേക്കാം. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയി. ഇന്ന് നമ്മൾ വിളവെടുത്തിരിക്കുന്നത് ഒരു വെള്ളരിക്ക, ഒരു മത്തങ്ങ, കുറച്ച് വഴുതനങ്ങ. ഇത് നീളത്തിലുള്ളതാണ്. ഇത് പച്ച ഉണ്ട വഴുതനയാണ്. ഇത് വെള്ള വഴുതനങ്ങയാണ്. ഇത് 2-3 പാവയ്ക്കയുണ്ട്. ഇതൊരു സാലഡ് കുക്കുംബർ. ഇത് ഇത്രയും വെണ്ടയ്ക്കയാണേ. പിന്നെ ഇതൊരു കുമ്പളങ്ങി. ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് വിളവെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച കാര്യം അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി അധികം പേരുണ്ട് എൻ്റെ ചെടി മുരടിച്ചു പോകുന്നു, അതിൽ കായ്കൾ ഉണ്ടാകുന്നില്ല, പൂക്കൾ ഉണ്ടാകുന്നില്ല എന്ന് പരാതി പറയുന്നവർ. അപ്പോൾ അവർക്കെല്ലാം ഗുണപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.